തമിഴ്നാട്ടിൽ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ തമിഴ്നാട്ടിൽ കയ്യടി, ആരവം, ആഘോഷം. നമുക്ക് പട്ടിണി, ദാരിദ്ര്യം, നമുക്ക് ബുദ്ധിമുട്ട്, സങ്കടം. കാരണം നമ്മുടെ മുല്ലപ്പെരിയാറിനെ തൊടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അനുവാദമില്ലാതെ മുല്ലപ്പെരിയാർ എങ്ങനെ അവർ തൊടും? മുല്ലപ്പെരിയാർ കാര്യത്തിൽ കേരളവുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് പോലും അവർ പറയുന്നില്ല. അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനം അറിയിക്കുകയാണ്. ബഡ്ജറ്റിൽ അദ്ദേഹം കുറേ നല്ല കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും സൈക്കിൾ. നേരത്തെ അവിടെ സൈക്കിൾ പരിപാടി ഉണ്ടായിരുന്നു, അത് നേരത്തെ വേറെ ഒരു വിഭാഗത്തിലായിരുന്നു. ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും സൈക്കിൾ. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ലാപ്ടോപ്പ്. സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്നവർക്ക് 1 ഗ്രാം സ്വർണം കുട്ടിക്ക്. അപ്പം ഇനിയിപ്പം മോതിരം ഇടാം പിള്ളേർക്ക്. അരഞ്ഞാണത്തിന് പറ്റില്ല, അതിന് തികയില്ല. മോതിരം ഇടാം. നവവധുവിന് ആദ്യമായി കല്യാണം കഴിക്കുന്നവർക്ക് 1 പവനും പട്ടുസാരിയും. തമിഴ്നാട്ടിൽ പോയി ഒന്ന് കല്യാണം കഴിച്ചാൽ അപ്പം കിട്ടും. ഇവിടെ നിന്ന് ആളെയൊക്കെ പോയി 1 പട്ടുസാരിയും 1 പവനും. ഗർഭിണികൾക്കായി എല്ലാ ജില്ലകളിലും പരിചരണ കേന്ദ്രങ്ങൾ. ഇനി പിന്നെയുമുണ്ട്. പിന്നെ നവവധുവിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥികൾ ലാപ്ടോപ്പ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആദ്യ ബഡ്ജറ്റിൽ തന്നെയാണ് ഇതെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ആ ബഡ്ജറ്റിലെ പ്രഖ്യാപനത്തോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ കൂടി അദ്ദേഹം ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട്. അത് കൃത്യമായി മുല്ലപ്പെരിയാറിൻ്റെ 3 പ്രദേശങ്ങൾ കൂടി അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ വലിയ ഒരു വിഷയമാണ് വരുന്നത്. അപ്പോൾ ഗൗരവതരമായൊരു വിഷയമാണ്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ തലവേദന തരുമ്പോൾ തമിഴ്നാട്ടിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ, സന്തോഷിപ്പിക്കാൻ, ആനന്ദിപ്പിക്കാൻ ഒരുപാട് ആനുകൂല്യങ്ങളുമായി വിജയ് ചാടുന്നു. നേരത്തെയും TV കൊടുക്കുമായിരുന്നു, ടോർച്ച് കൊടുക്കുമായിരുന്നു, മൊബൈൽ ഫോൺ കൊടുക്കുമായിരുന്നു, സാരി കൊടുക്കുമായിരുന്നു. അവിടെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് പൊങ്കലിന് സാരിയും പാത്രവും കരിമ്പും അതും ഇതെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. ശർക്കര പാക്കറ്റും, ഇപ്പോൾ ശർക്കരയും ഈ അരിയൊക്കെ കൂടെ വരുന്ന പാക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിൽ സൗജന്യങ്ങളുടെ ഒരു കലവറയാണ്. തമിഴ്നാടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യം. പിന്നെ അമ്മ ഹോട്ടൽ, ബസ്സിൽ സ്ത്രീകൾക്ക് പിന്നെ ടിക്കറ്റ് വേണ്ട, അങ്ങനെ ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ അവർക്ക് ടാക്സ് ഉണ്ട്, നല്ല പൈസ വരുമാനമുണ്ട് ഖജനാവിൽ. അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കാം. നമ്മളിവിടെ അതനുസരിച്ച് കാണിക്കാൻ നിന്നാൽ നമുക്ക് ഖജനാവിൽ പൈസ കാണൂല. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.